ഈ ചാക്യാരുടെ വന്ദനം. നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഈ വേദിയിൽ നിൽക്കാനും പിന്നെ നിങ്ങളെ ഇങ്ങനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനുമുള്ള ഈ ഒരു അവസരം ലഭിച്ചതിൽ ആ സർവേശ്വരനോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നോം അങ്ങോട്ട് തുടങ്ങിയായി. ദേ എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ. സീറ്റുകളെല്ലാം നിറഞ്ഞില്ലേ? ദേ ഒരു കുട്ടി അവിടെ തന്നെ തുറച്ചു നോക്കണു. എന്താണ് ഇങ്ങനെ ഉടുതുണി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന്ന്? ആണോ? എന്താണ് ഇങ്ങനെ ആളുകളെല്ലാവരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കണേന്ന്, ഇങ്ങനെ സമ്മേളിച്ചിരിക്കണേന്ന്? DRDOയുടെ 26ാമത് ഓണാഘോഷ വാർഷികം ഇവിടെ തിരശീല ഇവിടെ തുടങ്ങിയിരിക്കുകയാണ്. ചാക്യാര് ഈ സമ്മേളനത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്. ഈ ഓണം എന്ന് പറഞ്ഞാൽ എന്താണാവോ? വല്ലോ അറിയോ? അല്ല, വെറുതെ ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ. ഓണം എന്ന് പറയുന്നത് അതിൻ്റെ പുറകിൽ ഒരു കഥയുണ്ട്. ചാക്യാർ ആ കഥ പറഞ്ഞുകൊണ്ട് ഓണം അങ്ങോട്ട് ഓണത്തിനോടനുബന്ധിച്ചുള്ള കഥ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തുടങ്ങിയായി. നമ്മുടെ കേരളം വാണിരുന്ന മഹാബലി തിരുമനസിനെ കുറിച്ച് അറിയില്ലേ? അദ്ദേഹത്തെ ചില ആളുകൾ മാവേലി എന്നും വിളിക്കും. മാവേലി അതെന്താണാവോ? തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന ആ മാവേലി എക്സ്പ്രസ് തീവണ്ടിയല്ല, മഹാബലി തമ്പുരാൻ. ആ തമ്പുരാൻ നാട് വാണിടുന്ന കാലം, ഐശ്വര്യവും സമാധാനവും നിറഞ്ഞിരുന്ന ആ കാലം, ജനങ്ങൾ സുഖ സമൃദ്ധി അങ്ങനെ നിറഞ്ഞു നിരുന്ന ആ കാലം, അദ്ദേഹത്തിൻ്റെ ഭരണപ്രകടനം കണ്ട് ദേവന്മാർക്ക് സഹിച്ചില്ല. ദേവന്മാർ മുഴുവനും മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു, പ്രഭു രക്ഷിക്കണം, ഇങ്ങനെ പോയാൽ നമ്മുടെ വില ഇല്ലാതെയാവും. മഹാവിഷ്ണു പറഞ്ഞു, പേടിക്കണ്ട, ധൈര്യപൂർവ്വം പൊയ്ക്കോളൂ. അങ്ങനെ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കുകയും മഹാബലി തിരുമനസിനോട് എനിക്ക് 3 കാലടി വെക്കാനുള്ള മണ്ണ് വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അവിടുന്ന് ചിരിക്കണ കണ്ടില്ലേ? എന്താണിത്? നമ്മുടെ നാട്ടിലെല്ലാം പറയണത് പോലെ ഒരാൾക്ക് ഒരു നല്ല പ്രവർത്തനം കാഴ്ചവെച്ചാൽ പിടിക്കില്ല. അയാളെ ഇല്ലാതെയാക്കാൻ, അയാളെ തകർക്കാൻ പല പ്രവർത്തനങ്ങളും തുടങ്ങും. ഇപ്പോൾ ഒരു വാക്കുകൂടെ കേൾക്കാനുണ്ട്, കരാറ് കൊടുക്കുക. അങ്ങനെ വല്ലതും ആണോ സംഭവിച്ചേ? അങ്ങനെ മഹാവിഷ്ണു വാമനന്റെ രൂപത്തിൽ ഭൂമിയിൽ അവതരിപ്പിച്ച് അപ്പോൾ മഹാബലി പറഞ്ഞു, പ്രഭു അങ്ങ് വേണ്ട ഭൂമി അളന്നെടുത്തോളൂ, വേണ്ട മണ്ണ് അളന്നെടുത്തോളൂ എന്ന്. അങ്ങനെ ആദ്യത്തെ കാൽപാദം വയ്ക്കുന്നതോടുകൂടി സ്വർഗമാണ് എല്ലാം അളന്നെടുത്തു. രണ്ടാമത്തെ കാൽപാദം വെച്ചോടുകൂടി ഭൂമിയും ചരാചരങ്ങളും എല്ലാം അളന്നെടുത്തു. മൂന്നാമത് കാൽപാദം വയ്ക്കാൻ ഇടമില്ലാതെയായി. എന്താ ചെയ്യുക? മഹാബലിക്ക് മനസ്സിലായി, ഈ വാമനൻ ഒരു സാധാരണ മനുഷ്യനല്ല, അദ്ദേഹം ഭഗവാനാണ്, ഭഗവാന്റെ രൂപമാണ്. വിനയപൂർവം മഹാബലി ശിരസ് കുനിച്ചുകൊണ്ട് പറഞ്ഞു, പ്രഭു മൂന്നാമത്തെ കാൽപാദം എൻ്റെ ശിരസിൽ വെച്ചോളൂ. അങ്ങനെ വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് ഐതിഹ്യം. അപ്പോൾ ആ സമയത്തെങ്കിൽ മഹാബലിക്കൊരു അവസരം കൊടുത്തു വാമനൻ. അങ്ങനെ പ്രിയങ്കരനും പ്രജാക്ഷേമ തൽപരനുമായ ആ മഹാരാജാവ് വർഷത്തിൽ ഒരിക്കൽ ചിങ്ങമാസത്തിൽ തിരുവോണ നാളിൽ തൻ്റെ പ്രജകളെ കാണുവാൻ വേണ്ടി ഭൂമിയിൽ വരാമെന്നും അങ്ങനെ ആ ആഘോഷ ചടങ്ങുകൾ നടത്തപ്പെടുന്ന ആ ഒരു ഐതിഹ്യത്തിലാണ് നാം ഓണമെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഓണാഘോഷം ഇവിടെ ഇങ്ങനെ അവതരിപ്പിക്കുന്നതിൽ നമ്മുടെ DRDO കുടുംബാംഗങ്ങളും കുട്ടികളും
അങ്ങനെ ഉദ്യോഗസ്ഥരും എല്ലാവരും ഇങ്ങനെ നിരനിരയായി അവരുടെ കലാപരിപാടികൾ അവതരിപ്പിച്ചു ആഹ്ലാദിക്കാൻ ഇങ്ങനെ നിരനിരയായി നിൽക്കുന്നുണ്ട്. അപ്പോ നമുക്ക് ഓരോരുത്തരെയും അങ്ങോട്ട് വിളിക്കാം അല്ലേ? പരിപാടി അങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഇപ്പോഴാണ് ചാക്യാർക്ക് മനസ്സിലായത് ആളുകളും ഈ പരിപാടി കാണുവാൻ വേണ്ടി വളരെ അക്ഷമരായിരിക്കുകയാണെന്ന്. പരിപാടിയുടെ തുടക്കം എപ്പോഴും എങ്ങനെയാണ് തുടങ്ങുന്നത്? നല്ല പരിപാടികൾ തുടങ്ങുന്നത് എപ്പോഴും ഗണേശ് സ്തുതിയിലൂടെ ആയിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മുടെ നടത്തിപ്പ്. ഇവിടെയും നമ്മുടെ പരിപാടികൾ തുടങ്ങുന്നത് ഒരു ഗണേശ് സ്തുതിയിലൂടെയാണ്. ഗണേശ് സ്തുതി പറഞ്ഞാലാണ്. എന്താണ് ഈ ഗണേശ് സ്തുതി? വല്ല പിടുത്തം ഉണ്ടോ? വെറുതെ ഇങ്ങനെ മേപ്പോട്ടും വായും പൊളിച്ചിരിക്കുന്ന അല്ലാതെ വല്ലതും അറിയോ? ഗണേശ് സ്തുതി എന്ന് പറയുന്നത് സന്ധ്യാസമയത്ത് വീട്ടിലെ കാരണവന്മാർ കുട്ടിയോളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും വിളിച്ച് ഒരു വിളക്ക് കത്തിച്ച് അങ്ങനെ ഇരുന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കും. ഭഗവാനെ, തെറ്റുകുറ്റങ്ങൾ ക്ഷമിക്കണമേ, നേരായ വഴി കാണിച്ചു തരണമേ എന്ന്. അങ്ങനെ വല്ല പതിവും ഉണ്ടോ? സന്ധ്യാവന്ദനം എന്ന് പറ അവിടെ ഇരുന്ന് നോക്കണണ്ട. സന്ധ്യയായ സന്തോഷ, നല്ല വന്ദനമാണല്ലോ. സന്ധ്യയായ ഭയങ്കര സന്തോഷമാണ്. എന്നാൽ അങ്ങനെയല്ല. ഗണേശ് സ്തുതിയിലൂടെ പരിപാടികളുടെ തുടക്കം കുറിച്ചാൽ അതു നല്ലതായേ തീരത്തുള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടികളെ വിളിക്കാം അല്ലേ? അവരങ്ങനെ തിരക്ക് കൂട്ടി തുടങ്ങി. എന്നാ പിന്നെ വരിക.